ലഖ്നൌവിലൂടെയാണ് ലോക്സഭയിലേക്ക് ഡൽഹിയിലേക്കുള്ള വഴി എന്നത് ബി.ജെ.പി. നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒന്നാണ്. അത് യു.പിയിലെ സീറ്റുകൾ 80 സീറ്റുകൾ 540-ൽ 80 സീറ്റുകൾ എന്നത് നിലവിൽ യു.പിക്ക് മാത്രമാണ്. അപ്പോൾ അവിടെ മാത്രം സീറ്റുകൾ തൂത്തുവാരുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ദില്ലിയിലേക്കുള്ള വഴി വെട്ടിത്തുറക്കപ്പെട്ടിരിക്കുന്നു എന്നത് നിലവിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുനിശ്ചിതമായ ഒരു സമവാക്യമാണ്. അതിനു പുറമെയാണ് നേരത്തെ പി.ആർ. സുനിൽ പറഞ്ഞതുപോലെ അത് ഇരട്ടിയാകുന്ന സമയത്ത് 145 അല്ലേ, അത്രയും സീറ്റുകൾ 120 സീറ്റുകൾ എന്ന നിലയ്ക്കുണ്ടാകുന്നത്. വേറൊരു കാര്യം കൂടിയുള്ളത്, ബി.ജെ.പി. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന സംസ്ഥാനമാണ് യു പി അല്ല, ഹിന്ദി ബെൽറ്റ്. ഇപ്പോൾ 2014 വിജയിച്ചു, 2019 വിജയിച്ചു, 2024 വിജയിച്ചു. അവിടെ ഇനി നാലാമതൊന്നുകൂടി വിജയിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ കളി പറ്റില്ല. അപ്പോൾ അതുകൂടിയുണ്ട് ഈ ഒരു കഴിഞ്ഞ തവണ എസ്.പിയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യം വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. മാത്രമല്ല ഉത്തർപ്രദേശിലെ ജനങ്ങളെ വലിയ തോതിൽ അവമതിപ്പിന് തുല്യമായ രീതിയിൽ, അതായത് സംവിധാനം ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു പ്രചാരണം നടത്തുമ്പോൾ അത് ജാതിയും മതവും അത്തരം സമ്മർദ്ദങ്ങളും അത്തരം താല്പര്യങ്ങളും നിർണയിച്ചു വെച്ചിരിക്കുന്ന ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഫലവത്താകുമെന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഭരണഘടനയ്ക്ക് നേരെ ഒരു ആക്രമണം എന്നൊരു പ്രചാരണം നടത്തിയപ്പോൾ അതിനോട് അനുകൂലമായി വോട്ട് ചെയ്ത ഒരു വലിയ ശതമാനം മനുഷ്യരവിടെ ഉണ്ടായി. വലിയ തിരിച്ചടി രാഷ്ട്രീയമായി ബി.ജെ.പിക്ക് അവിടെ നേരിടേണ്ടി വന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം മര്യാദയ്ക്ക് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ. കേരളം ഒരു ഉത്തമ ഉദാഹരണമാണത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആ വാല്യൂ കാത്തു സൂക്ഷിച്ചതിന് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ടു കാര്യങ്ങളും തമ്മിൽ ചേർക്കേണ്ടതില്ല എന്നതാണ്. രാജ്യത്ത് മണ്ഡല പുനർനിർണ്ണയം നടത്തണമെങ്കിൽ അത് മണ്ഡല പുനർനിർണ്ണയമായി നടത്തണം. രാജ്യത്ത് സ്ത്രീ പ്രാതിനിധ്യം നടപ്പിലാക്കണമെങ്കിൽ അത് പ്രത്യേകമായി നടപ്പിലാക്കണം എന്നതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്ന ഒരു കാര്യം. എം.കെ. സ്റ്റാലിൻ എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീ കൊണ്ടു കളിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നതാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഫെഡറലിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നോക്കൂ, 540 സീറ്റുകൾ 816 മാറും. 273 സീറ്റുകളാണ് വനിതകൾക്കുണ്ടാകുന്നത്. നിലവിൽ എത്ര സീറ്റുകളാണ് ലോക്സഭയിലുള്ളത്? സ്ത്രീകൾക്ക് 74. 540-ൽ 74 സീറ്റുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് കഷ്ടി 14%. കഷ്ടി 14% വനിതാ പ്രാതിനിധ്യം ലോക്സഭയിൽ ഉള്ളിടത്താണ് 33% എന്ന നിലയ്ക്ക് മാറുന്നത്. ഇത് നോക്കൂ.